ഈ കടലിലെ നടത്തത്തിൻ്റെ പ്രത്യേകത ഒന്ന് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഗ്നപാതനായി നടന്നിട്ടുള്ളത് ഈ കടപ്പുറത്തെ പഞ്ചാര മണ്ണില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായി പഞ്ചാര മണ്ണും ഈ കടലും ഈ കടൽ തീരവും വളരെ വൈകാരികമായി നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ കുറേ മാറി, നമ്മുടെ ലോകവും മാറി. അതനുസരിച്ച് ഈ തളിക്കുളം നമ്പിക്കടവ് കടപ്പുറത്ത് നിന്നും എനിക്ക് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ എത്താനുള്ള അവസരം ഉണ്ടെങ്കിലും ഞാൻ നാട്ടിലുള്ള ദിവസങ്ങളിൽ എനിക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭത്തിൽ ഈ കടപ്പുറത്ത് വരും. ഏറിയ നിക്കറ് സൂചിയും നൂലുകൊണ്ട് തുഞ്ചിക്കുത്തി ഒരു ബനിയനും മാത്രം വിട്ട് നടന്ന ഓർമ്മയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം മാറിയപ്പോൾ ഒരു പക്ഷേ വലിയ നിക്കറോ ട്രാക്ക് സൂട്ടോ ടീഷർട്ടോ ഇട്ട് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ നടത്തം ഇപ്പോൾ ഇതൊരു പക്ഷേ ഒരു പ്രഭാത നടത്തമാവും, അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നടത്തമാവും. പക്ഷെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കരമായ ഒരു വൈബുണ്ട്. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ഈ നാട്ടിലുള്ള ദിവസം, വീട്ടിലുള്ള ദിവസം നേരെ ബീച്ചിലേക്ക് പോരും. എൻ്റെ പഴയ ലാമ്പി സ്കൂട്ടറുണ്ട്, പഴയ ലാമ്പി സ്കൂട്ടർ. അത് ഞാനൊരു പുരാവസ്തു നിധി പോലെ കൊണ്ടു കിടക്കുന്നതാണ്. ഞാനും സഹധർമ്മിണി രമയും കൂടി വന്ന് ചെരുപ്പ് അഴിച്ചു വെച്ച് ഈ തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നിന്ന് നാട്ടിക ബീച്ച് വരെ, ചില ദിവസങ്ങളിൽ മലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ ബീച്ച് വരെ നടക്കും. അരമണിക്കൂർ തെക്കോട്ടും നടക്കും, അരമണിക്കൂർ വടക്കോട്ടും നടക്കും. ഈ അറപ്പൊക്കെ എനിക്ക് ഭയങ്കര സെൻറ്റിമെൻസാണ്. ഈ അറപ്പൊക്കെ ഭയങ്കര സെൻറ്റിമെൻസാണ്. ഈ അറപ്പയിൽ എത്രയോ തവണ കുട്ടിക്കാലത്ത് ഞാൻ നീന്തി കളിച്ച് കുടിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ അറപ്പ. ഇന്ന് ഈ അറപ്പൊക്കെ പോയി. ഇന്ന് അറപ്പൊക്കെ പലരും കൈയേറി. അറപ്പൊരു പക്ഷേ ഇല്ലാതായി മാറിയാലും ഈ അറപ്പനെ നമുക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. സത്യത്തിൽ എനിക്ക് പിന്നെ നാട്ടിക പള്ളത്തെ അറപ്പാണ് എൻ്റെ ഓർമ്മയുള്ളത്. ഇപ്പോൾ നോക്കിയേ, ഈ അറപ്പാന്ന് പറയുമ്പോൾ ഈ എല്ലാ ഭാഗത്തുനിന്നും ഈ തോടുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്ന സ്ഥലമാണ് അറപ്പ. പക്ഷേ ഇത് പ്രകൃതി നൽകിയ ഒന്നാണ്. പണ്ട് കാലത്ത് മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയും, ഉണ്ടാകുമ്പോൾ ആ വെള്ളം മുഴുവൻ ഒഴുകി വന്ന് ഇതിലൂടെ കടലിലേക്ക് പോകും. ഇതിലൂടെ ഏട്ടക്കൂരിയൊക്കെ കയറിയിട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിന്നെ കിളർക്കിൻ്റെ പാടത്ത് വരെ വന്ന ആൾക്കാരോടൊന്ന് വീശി ഏട്ടക്കൂരിനെ പിടിച്ചൊക്കെ ഓർമ്മയുണ്ട്. അത് ഈ അറപ്പത്തോട്ടി കൂടെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ ദൂരെ വരെ ഏട്ടക്കൂരി എത്തിയിട്ടുള്ളത്. ചെറിയ കുഞ്ഞി ഏട്ടക്കൂരി. ഏട്ട എന്ന് പറഞ്ഞൊരു മീനുണ്ട്. നാട്ടിലേട്ടാന്ന് വിളിക്കും, വേറെ സ്ഥലത്ത് എന്താ വിളിക്കാന്ന് പറഞ്ഞൂടാ. പക്ഷേ ഇന്ന് ഈ അറപ്പ സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ കറുത്തിരുണ്ട് മലീമസമായി. അന്ന് നല്ല വെള്ള നിറമുള്ള വെളുത്ത വെള്ളമാണ്. കടലിൽ നിന്ന് ഏറ്റം വരുമ്പോൾ ഈ കടലിൽ നിന്ന് ഉപ്പുവെള്ളം ഇതിലേക്ക് കയറും. ഇറക്കം വരുമ്പോൾ ഇതിൽ നിന്ന് ശുദ്ധജലം കടലിലേക്ക് പോകും. ഈ പ്രകൃതിയുടെ ഒരു എക്കോളജി സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് പ്രകൃതിദത്തമായി അറപ്പ. നമുക്കിവിടെ നാട്ടികയുടെയും തളിക്കുളത്തിൻ്റെയും ബൗണ്ടറിയിൽ വള്ളം ബീച്ചുകളിൽ അറപ്പുണ്ട്. അതേപോലെ തന്നെയാണ് തളിക്കുളം തമ്പാങ്കടവിലും ഒരു അറപ്പുണ്ട്. 2 അറപ്പയും അപ്പുറത്ത് മലപ്പാടും ഉണ്ട് അറപ്പ. പക്ഷേ ഈ അറപ്പകളെല്ലാം ഇന്ന് ആൾക്കാർ സൈഡൊക്കെ കയ്യേറി അറപ്പില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവശേഷിപ്പുണ്ട് കുറച്ച്. ആ അവശേഷിപ്പിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഓർമ്മകൾ വരികയാണ്. ഈ അറപ്പയിൽ വന്ന് കുളിച്ചത്. ഇവിടെ ദീപാവലിക്ക് പിന്നെ ആളുകൾ മാക്കട നടത്തപ്പെടുമ്പോൾ അത് ഈ അറപ്പൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു കളിക്കേന്ദ്രം. സത്യം പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ അറപ്പൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവേ നടത്തണം. കാരണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട നമ്മൾ കരുതി വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കരുതൽ ധനമാണ് ഈ അറപ്പ്. ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ അറപ്പോടെ എന്തൊക്കെയോ പറയാൻ തോന്നുന്നു എനിക്ക്.
നിന്നോട് ഞങ്ങളൊക്കെ കാണിച്ചുള്ള സ്നേഹം, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹം, ഈ അറപ്പയിൽ ഇങ്ങനെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നീന്തി കളിച്ചത്, അതൊക്കെ എത്രമാത്രം മനസ്സിനകത്ത് പോലും ഇങ്ങനെ മതിച്ച് വരികയാണ്. അതേപോലെ ഈ കടലിൽ വേറൊന്നാണ്. ഇവിടെ കടലിൽ വരിക, കളിക്കുക, കുളിക്കുക. കടലിൽ കുളിക്കൽ കടപ്പുറത്ത് വരുമ്പോൾ ഒരു ഹരമാണ് സത്യത്തിൽ. വെറും നിക്കറ് മാത്രം ഇട്ടിട്ട് കടലിൽ കുളിക്കാൻ ഇറങ്ങും. ഈ വഞ്ചി കരയിൽ കയറ്റാൻ വേണ്ടി വലിയ മണ്ണുള്ള മുള, അതിന് മത്സ്യത്തൊഴിലാളികളുടെ ഭാഷ പറഞ്ഞാൽ തള്ളി എന്ന് പറയും. തോളിൽ വെച്ചിട്ട് വഞ്ചി കടലിൽ കരയിൽ കയറ്റണ്ട. ആ തള്ളിയെടുത്ത് നീന്തി ദൂരേക്ക് പോകും. ഒരു പൊട്ടുപോലെ കാണുന്ന ദൂരേക്ക് പോകും. എനിക്കെൻ്റെ ചേട്ടൻ സഹദേവേട്ടൻ, എൻ്റെ മൂത്ത ചേട്ടൻ സഹദേവേട്ടൻ, ഞാൻ കടലിൽ തള്ളിയും കൊണ്ട് നീന്തിപ്പോൾ കുളിച്ച് ദൂരെ പോയിന്ന് ആരോ പറഞ്ഞിട്ട് എന്നെ കയറ് മുക്കി എന്നെ അടിച്ചിട്ടുണ്ട്, എന്തിനാ പോയെന്ന് വെച്ചിട്ട്. അത്രമാത്രമാണ് ഈ കടലുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ നടക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ കൂടി വരും. ഇപ്പോഴത്തെ നടത്തം ഈ നമ്മുടെ ഒരു പ്രഭാത നടത്തത്തിന് ശരീരത്തിൻ്റെ ഒരു സുരക്ഷയുടെ കൂടി ഭാഗമുണ്ട്. ഇത് ഉറച്ച സ്ഥലമാണ്. വെള്ളം വന്ന് ഈ മണ്ണ് ഉറച്ചതാണ്. ഒരു റൗണ്ട് ഈ ഉറച്ച സ്ഥലത്ത് കൂടെ പോകും 30 മിനിറ്റ്. തിരിച്ച് കിഴക്കേ സൈഡിൽ പൂഴിമണലാണ്, വെറും പഞ്ചാര മണ്ണ്. കാലിവിടെ കുഴയും. എക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് സത്യത്തിൽ. നിങ്ങൾ വന്ന് നടന്നാൽ മനസ്സിലാവും. ചെരുപ്പിടാതെ ഈ പൂഴിമണ്ണിലൂടെ നോക്കിയേ, എത്ര സ്പീഡിൽ നടന്നാലും കാല് കുഴയും ഈ പൂഴിമണിയിൽ. ഇത് രണ്ടും കൂടി കിട്ടുന്നൊരു ശാരീരികമായ സംരക്ഷണം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ജിമ്മിൽ പോയാലൊന്നും ഇത് കിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ജിമ്മിനൊക്കെ പോകാറുണ്ട്. കൺട്രോൾ സെൻറ്ററിലുള്ള ജിമ്മിന് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ കടപ്പുറത്ത് നടക്കാൻ വരുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ്. അതിൽ ശാരീരികമായ ഒരു ക്ഷമതാസവും ഉണ്ട്, മാനസികമായി ഉണ്ടാകുന്നൊരു ഉല്ലാസമുണ്ട്. അത് ഈ കരയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വികാരം വേറെ, ഈ മേലെ കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വികാരം വേറെ. ഇവിടെ നിന്ന് നോക്കുന്ന കടലിൻ്റെ സൗന്ദര്യം വേറൊന്നാണ്, ഇറങ്ങി നടക്കുമ്പോൾ നോക്കുന്ന കടലിൻ്റെ സൗന്ദര്യം മറ്റൊന്നാണ്. തിരിഞ്ഞ് നടത്തുമ്പോൾ ഒരു വേറെ എക്സൈസാണ്. ശരിക്കും നമ്മൾ തിരിഞ്ഞ് നടക്കുക. ഇത് കാലിൻ്റെ ഉപ്പിറ്റിക്ക് കൊടുക്കുന്ന എക്സസൈസ് മാത്രമല്ല, ജീവിതത്തിൽ പോയി തിരിഞ്ഞടത്തപ്പോഴും നല്ലതാണ്. ആ ജീവിതത്തിൽ തിരിഞ്ഞടത്തത്തിന് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് 5 മിനിറ്റ് തിരിഞ്ഞ് നടക്കും. ഈ 1 മണിക്കൂറിനിടയിൽ ഈ തിരിഞ്ഞടത്തം, ആ തിരിഞ്ഞടത്തം നമുക്ക് പലതരത്തിലുള്ള ഓർമ്മകൾ വരും. നമ്മൾ മെല്ലെ തിരിഞ്ഞു പോകും. കടപ്പുറത്തിന് എനിക്ക് ഒരു ആത്മീയ ഭാവം കൂടിയുണ്ട് സത്യം പറഞ്ഞാൽ. അതെനിക്ക് നമുക്കൊരു സങ്കടം വരുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാകുമ്പോൾ, മനസ്സിന് ഭയങ്കരമായി പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെന്താണ് പരിഹാരം ഉണ്ടാവുന്നത്? അത് നമ്മുടെ വ്യക്തിപരമായിട്ടാവും, സാമൂഹ്യപരമായിട്ടാവും. നമുക്ക് ചിലപ്പോൾ ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ മറ്റു പലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വേദനിപ്പിക്കൽ, അങ്ങനെ ഉണ്ടാകുന്ന ഓരോ മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ അഭയം തേടി വരുന്നതിൻ്റെ ഒരിടം കൂടിയാണ് ഈ കടലുകൾ. ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കും, ഞാൻ നടക്കും, ഞാൻ സ്വയം സംസാരിക്കും. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ഈ കാണുന്ന കടലമ്മയോടാവും. ഞാൻ പരിഹാരം ചോദിക്കും. പരിഹാരം തേടി ഞാൻ വികാരപരമായി എൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കും. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്തോ ഉത്തരം കിട്ടി പോണ പോലെയാവും. ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ എല്ലാ ഭാരങ്ങളും ഈ കടലമ്മയുടെ അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ ഊർജ്ജം സ്വീകരിച്ച് പോകുന്ന ഒരാളുടെ പോലെയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അവിടെ ഇതെൻ്റെ ഒരു ആത്മീയ ഇടം കൂടിയാണ് എന്നെ സത്യത്തിൽ പറഞ്ഞാൽ. വേറെ എനിക്കൊരു വലിയ ഓർമ്മയുണ്ട്. ഞാൻ 2001 നാട്ടിൽ MLA ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് 2003 മാറാട് കലാപം ഉണ്ടായപ്പോൾ സത്യത്തിൽ ഒരുമ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് ഫെസ്റ്റിവൽ ഞാനും എൻ്റെ സ്നേഹിതൻ CM മുഹമ്മദ് റഷീദ് ഒക്കെ കൂടി, അതേപോലെ കുറേ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് CJ അജിത് കുമാർ, പിന്നെ
മനോജ് തച്ചപ്പള്ളി, CM നൗഷാദ്, അങ്ങനെ കുറേ പേര് കൂടി ചേർന്നുകൊണ്ട് ഫഹദ് റഹ്മാൻ, അവർക്ക് കുട്ടികളായിരുന്നു ചേർന്ന് ഞങ്ങളൊരു ബീച്ച് ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഫെസ്റ്റിവലാണ്. ഒരുമാന്ന് പേരിട്ടു, എല്ലാവരും കൂടി ഒരുമിക്കാൻ വേണ്ടിയുള്ള ഒരുമ. അതിൻ്റെ തുടർച്ചയായി ഞാനൊരു സ്നേഹതീരം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു. എല്ലാവർക്കും വന്ന് സ്നേഹിക്കാൻ വേണ്ടി മതം, ജാതി, രാഷ്ട്രീയം, പ്രായം ഒന്നും നോക്കാതെ ലിംഗവ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വരാനൊരിടം, സങ്കടം പങ്കുവയ്ക്കാൻ, സ്നേഹം പങ്കുവയ്ക്കാനൊരിടം, അങ്ങനത്തെ ഒരു സ്ഥലത്തിന് വേണ്ടി സ്നേഹതീരം. ഞങ്ങൾക്ക് നാട്ടിക ബീച്ചിലാണത് ഞാൻ ആദ്യം തീരുമാനിച്ചത്. കാരണം നാട്ടികയിലാണല്ലോ നാട്ടിക എന്നുള്ള പേരിലാണല്ലോ ഞാൻ MLA. അതുകൊണ്ട് നാട്ടിക ബീച്ചിൽ തന്നെ അത് വേണം എന്നാണ് ഞാൻ ആലോചിച്ചത്. അതിനുവേണ്ടി അവിടെ ആശയവിനിമയം നടത്തി. അവിടെ പ്രാദേശിക ആളുകളുമായി ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ ചർച്ച നടത്തി. അപ്പോൾ കുറേ പേര് നാട്ടികയിൽ വേണ്ട, നാട്ടികയിൽ അത് ശരിയാവില്ല, നാട്ടിക വേണ്ട, അവിടെ ഉള്ളവർ തന്നെ വ്യത്യസ്തമായ പ്രസംഗം പറഞ്ഞ് തന്നെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു ദിവസം നിലാവുള്ളൊരു രാത്രി ഞാൻ നേരെ തിരിച്ചു വന്ന് തളിക്കുളം നമ്പിക്കടവിൽ വന്നിരുന്നു. ഒറ്റയ്ക്ക് വന്നിരുന്നു ഈ കടപ്പുറത്ത് പഞ്ചാരമണിയിൽ കയ്യും കുത്തി പടിഞ്ഞാറോട്ട് കടലിലേക്ക് നോക്കിയുള്ളൂ. അപ്പോൾ നല്ല ചന്ദ്രപ്രഭ നന്നായുള്ള സമയം. അപ്പോൾ കടൽ കാണാൻ വേറൊരു മൂടാണ്. പൂർണ്ണചന്ദ്രൻ്റെ സന്ദർഭത്തിൽ കടൽ കാണുന്നതിനുള്ളൊരു മൂഡ് നമുക്ക് വേറെയാണ്. അവിടെ ഇരുന്ന് ഞാൻ ഒരു ഉത്തരം തേടി. ഞാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഈ സ്നേഹതീരം നാട്ടിക ബീച്ചിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തണമല്ലോ. അവിടെ ഒരു ചിലർ പറഞ്ഞു അത് നാട്ടിക ബീച്ചിൽ സ്നേഹതീരം വന്നാൽ അവിടെ വിദേശികളൊക്കെ വന്ന് പിന്നെ ഇവിടുത്തെ ആളുകളുടെ സംസ്കാരം നഷ്ടപ്പെടും, അതുകൊണ്ട് നാട്ടിക ബീച്ചിൽ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയത്. പക്ഷേ ഈ കടലമ്മയാണ് എനിക്ക് ഉത്തരം നൽകിയത്. നീ ജനിച്ചു വളർന്ന് ജീവിച്ച, നീ നിക്കറ് മാത്രം ഇട്ടാൽ, നീ നിക്കറും ബനിയനും ഇട്ട് നടന്ന, നീ ചെരുപ്പിടാതെ നടന്നു വളർന്ന, നീ ഉപ്പുവെള്ളം തൊട്ട് കളിച്ച് നടന്ന, നിൻ്റെ അച്ഛനും ചേട്ടനുമൊക്കെ ഈ കടലിനെ ആശ്രയിച്ച് നിന്നെ വളർത്തിയ ഈ തളിക്കുളം ബീച്ചിൽ തന്നെ നീ സ്നേഹതീരം ഉണ്ടാക്കാൻ. സത്യം പറഞ്ഞാൽ സ്നേഹതീരത്തിൻ്റെ ഗർഭാവസ്ഥയും പ്രസവാവസ്ഥയും പ്രസവാനന്തരമുള്ള അതിൻ്റെ ശുശ്രൂഷ വളർച്ചയ്ക്കുമൊക്കെ കാരണമായത് ആ ഒരു പൂർണ്ണചന്ദ്ര രാത്രിയിൽ ഞാൻ ഈ കടപ്പുറത്ത് വന്നു കിടന്ന് ഈ കടലമ്മയോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കടലമ്മ നൽകിയ ഉത്തരമാണ്, നീ ഈ സ്നേഹതീരം ഈ നമ്പിക്കടവിൽ തന്നെ മതി എന്നുള്ളത്. അതും എനിക്ക് ഉത്തരം കിട്ടിയതോടെ. ഇപ്പോഴും എനിക്ക് മനുഷ്യനല്ലേ, നമ്മൾ പലപ്പോഴും മനുഷ്യൻ വൈകാരികമാവും. നമുക്ക് ചില സങ്കടങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് വല്ലാണ്ട് സഹിക്കാനുള്ള സങ്കടങ്ങളുണ്ടാവും. സങ്കടം പോലും വീട്ടുകാരെ കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ അടുത്ത വിശദീകരിക്കണ എൻ്റെ സഹോദരൻ പെണ്ണിനോട് കാണിച്ചാൽ അവർക്ക് വിഷമിപ്പിക്കാൻ പറ്റുമോ? മക്കളെ കേൾപ്പിച്ച് വിഷമിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടെ നടക്കണ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന, കൂടെ നടക്കണം, നമ്മളെ സംരക്ഷിക്കുന്ന, നിലാവും നിഴലും ആയി നടക്കുന്ന കുറേ ആത്മമിത്രങ്ങളുണ്ട്. അവർക്ക് നമ്മൾ ജനപ്രതിയാവേണ്ട, ഒരു സ്ഥാനവും വേണ്ട, വേറൊന്നും വേണ്ട. പക്ഷെ അവർ നമ്മൾ കാണുന്നതും സ്നേഹിക്കുന്നതും അവരൊരു കുടുംബാംഗത്തെ പോലെയാണ്. അവരോട് പോലും പറയാൻ പറ്റുമോ? അപ്പോഴൊക്കെ ഞാൻ വന്ന് അല്പം കരയാനൊരിടം തേടും. ഒന്ന് മനസ്സ് തുറന്നൊന്ന് കരയാൻ, ആരും കാണാതെ, ആരും കേൾക്കാതെ ഒന്ന് പൊട്ടിക്കരയണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ വന്ന് ഞാൻ കരയാനൊരിടം കണ്ടെത്തുന്നത് ഈ കടപ്പുറത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജനപ്രതിയൊക്കെ ആയി, ഒരു പക്ഷേ ഇന്ത്യയുടെ പല സംസ്ഥാനത്തിൻ്റെയും ചുമതലയുള്ള ജനപ്രതി, പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ പ്രവർത്തകനായി പോകുമ്പോഴും സമയം കിട്ടുമ്പോൾ നാട്ടിലുള്ളപ്പോൾ ഇപ്പോഴും വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് എഴുന്നേറ്റ് നേരെ ഓടി വരുന്നത് നഗ്നപാതനായി നടക്കാൻ ഈ കടപ്പുറത്താണ്. ഈ കടലിൻ്റെ ഈ തരിമണലും പൂഴിമണലും, 2 മണലുണ്ട് ഇവിടെ. ഉറച്ച മണൽ ഒരു ഭാഗത്ത്, ഇളകിയ പൂഴിമണൽ ഒരു ഭാഗത്ത്. ഇതിലൂടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നടന്നാൽ വലിയൊരു പോസിറ്റീവ് എനർജിയുമായി തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ആരംഭിക്കും. അതുകൊണ്ട് ഈ കടലമ്മയും കടലും എന്നും ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ നിറഞ്ഞു നിൽക്കും, ജീവിക്കും. ഓർമ്മയുള്ള കാലം വരെ, മനുഷ്യനായി ജീവിക്കാൻ ആയുസ് നൽകുന്ന കാലം വരെ, ഈ ലോകത്ത് എവിടെ പോയാലും, ഏതിടങ്ങളിലേക്ക് എന്നെ ജനങ്ങളും സമൂഹവും ദൈവവും കൂട്ടിക്കൊണ്ടുപോയാലും എൻ്റെ അവസാനത്തെ അഭയകേന്ദ്രം ഈ പഞ്ചാര മണ്ണും ഈ തിരമാലകളും ഇവിടുത്തെ ഈ തീരത്തിൻ്റെ ഉപ്പുരസമുള്ള ഇളങ്കാറ്റും തന്നെയാണ്. ഇത് പലർക്കും അറിയില്ല വലയുടെ വിഷയം. ഇത് കണ്ടാടിയോ അല്ലേ?
കണ്ടാടി വല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അയില പിടിക്കാം, ചാള പിടിക്കാം, പിന്നെ എല്ലാം ഞണ്ട്, ചെറിയ ചെറിയ മീൻ, കോര, ഏട്ട, ഇതൊക്കെ പിടിക്കാം. ഇത് ഈ മറ്റു പല പണിക്ക് പോകുന്ന കരയിലുള്ള ആൾക്കാർ ഇതിന് നീന്തി പോയി ഒരു പൊന്തും കൊണ്ടുപോയി നീന്തി പോയി ഇത് വെള്ളത്തിലിടും. അവിടെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതൊക്കെ പിടിക്കും. പിടിക്കുമ്പോൾ അതിനകത്ത് ഈ കരയിൽ പെട്ടിട്ടുള്ള ഇത്തരം കരയിൽ വരുന്ന ഉപരിതല മത്സ്യങ്ങൾ മിക്കതും അതിൽ ഇടും. ചിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ഇത് ഇവിടുത്തെ ആളുകൾ ഒരു ഉപജീവനത്തിന് വേണ്ടിയുള്ള ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കയറുമ്പോൾ ഈ കണ്ടാടി നീട്ടുന്ന ആളുകൾ കാണും. പലപ്പോഴും ഞാൻ അവരെ കൂടെ ഈ ചരട് പിടിക്കാൻ വേണ്ടി നിൽക്കും. കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറി വെക്കാൻ മീൻ തരും. കുത്തല വലിച്ചിരുന്നു ഞാനിവിടെ മേപ്പറമ്പിൽ. പിന്നെ കുമാരേട്ടൻ, അതേപോലെ രാമുട്ടിയേട്ടൻ, ഈ സുഖേട്ടൻ ഇവരൊക്കെ കൂടെ ഞാൻ കുത്തല വലിച്ചിട്ടുണ്ട്. കുത്തല വലിച്ചിട്ട് ഭയങ്കര മാന്തൽ ഇങ്ങനെ കരയ്ക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട്. കുത്തല വലിച്ചിട്ട് ചെമ്മീനും മാന്തവും. അത് ചെറിയ പ്രായത്തിൽ ആ ചാകര വരുന്ന സമയത്ത് കുത്തല വലിക്കലൊക്കെ ഭയങ്കര ഹരമായിരുന്നു. അത് രണ്ട് ഭാഗത്തും പിടിച്ച് വലിക്കും. അപ്പുറം നിന്നിട്ട് വല പോയി നീന്തി പോയിട്ട് ഇത് പിടിച്ച് വലിച്ച് കയറ്റും. ഇതൊക്കെ ഇവിടുത്തെ ആളുകളുടെ പഴയകാല പരമ്പരാഗത ജീവിതമാർഗമായിരുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ മറന്ന് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഒരു കാലത്ത് ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു ഇതെല്ലാം. ഇപ്പോഴത്തെ എൻ്റെ ഞാൻ നേരത്തെ കയറ് പിടിച്ച കണ്ടാടി നീട്ടിയത് നമ്മുടെ സുഖേട്ടൻ്റെ മോൻ സുഖേട്ടൻ്റെ മോൻ രതി തൃശ്ശൂർ പെയിൻറ്റിങ്ങിന് പോകുന്ന ആളാ. ഇപ്പം കാലത്ത് നീട്ടി ഇതെല്ലാം കിട്ടി വേറെ പെയിൻറ്റിങ്ങിന് പോകും. അപ്പോൾ ഇത് ഈ കടൽ തീരത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് കടൽ തീരത്തും ഇത്തരം ഉപജീവന മാർഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ജീവിച്ച് പോകുന്നല്ല. അതെ കരയിൽ പണി വെള്ളം കടലിലെ പണി ഇതൊക്കെ കൂടി ചേർത്തിട്ട് ആളുകൾ നല്ല ജീവിച്ച് പോകും. പോകും തിരമാലക്കൂടെ പോയി തീരെ പോയില്ല.